ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടമല്ലേ? മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? അല്ല, ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ. എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? മുട്ടുമ്പോ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ്? തുറന്നിട്ടില്ലെങ്കിൽ തുറന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ പോലും. അല്ല, എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം? എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം? എന്തിനാണ്? വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കോ ഇങ്ങനെ? വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കോ ഇങ്ങനെ? ചോദ്യം മാറ്റാം. ഓക്കെ, എന്ത് ചോദ്യം മാറ്റാം? ഞാനൊന്നുമില്ല, കഴിഞ്ഞു, അവസാനിച്ചു, മതിയായി. ഒരുമാതിരി ഊളത്തരം ചോദ്യം ചോദിച്ചിട്ടാണോ ഇവിടെ കൊണ്ടുവന്നിരുത്തേണ്ടത്? ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുലിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. യൂട്യൂബ് ചാനലുകളിൽ എന്ത് ഊളച്ചോദ്യവും ചോദിക്കാം. യൂട്യൂബ് ഇൻ്റർവ്യൂവർ ആണെങ്കിൽ മസാല പുരട്ടിയ ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ ഇൻ്റർവ്യൂ ആകൂ എന്നൊരു ചിന്ത ഉണ്ട് എന്ന് തോന്നുന്നു. 10 പൈസയുടെ വിവരം പോലും ഇല്ലാതെ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ഈ കയ്യിലിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ ഇക്കിളിപ്പെടുത്തുന്ന ചോദ്യം, ആളുകളുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന ഇക്കിളി വികാരങ്ങളെയൊക്കെ ഉണർത്തുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഊളച്ചോദ്യങ്ങൾ ചോദിച്ചാലേ താനൊരു ഇൻ്റർവ്യൂവർ ആകുമെന്നൊരു വിചാരം പലർക്കുണ്ട്. അങ്ങനെ എടുത്തൊരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു പരിസമാപ്തിയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനിയിപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വൈറലാകാൻ വേണ്ടി തന്നെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പണ്ട് ഐഡിയ സ്റ്റാർ സിംഗറിലാണ് ഞാൻ ഈ സംഗതി കണ്ടിട്ടുള്ളത്. അടിയാകുന്ന വീഡിയോസൊക്കെ ഉണ്ടല്ലോ, ജഡ്ജസുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ആർഗ്യുമെൻ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ജഡ്ജസ് തമ്മിൽ എന്തെങ്കിലും ആർഗ്യുമെൻ്റ് ഉണ്ടാകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ആയിട്ട് ഇട്ടിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിച്ച് ഇറങ്ങിപ്പോകുന്നതോ കരയുന്നതോ ബഹളം ഉണ്ടാക്കുന്നതോ ആയ കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിച്ച് കുറച്ച് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് പ്രൊമോ കൊടുക്കും. അതിനുശേഷം പല റിയാലിറ്റി ഷോകളിലും ആ സംഭവം ഉണ്ടായിട്ടുണ്ട്. 2016-17 അത് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ 2024 ഇപ്പോഴതിനൊരു മാറ്റവുമില്ല. ഇനി അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു ഡ്രാമയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മനീഷ എന്ന ഈ കലാകാരിയോട് തോന്നിയ ബഹുമാനം അവജ്ഞയായി മാറാൻ അധിക സമയമൊന്നും വേണ്ട. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു ജെന്യുവനായ ഇൻസിഡൻ്റ് ആണ്. അതിന് അവർ വളരെ നല്ല രീതിയിൽ പ്രതികരിച്ചു. അതിന് ഒരു ബിഗ് സല്യൂട്ട്. നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ആദ്യ ചില ഭാഗങ്ങൾ ഹൈലൈറ്റ്സ് ഒന്ന് കണ്ടു നോക്കാം. അന്ന് ഈ SPB സാറിൻ്റെ ആ പ്രോഗ്രാമിന് എന്നെ പാടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ആ നിമിഷം വരെയും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പാടിക്കാതിരിക്കാൻ, എന്നെ ആ വേദിയിൽ പാടിക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ പാടിയാൽ ശരിയാവില്ല, അവിടെ വേറൊരു സിംഗർ ഉണ്ടായിരുന്നു, ആ കുട്ടി പാടിയാൽ മതി എന്നുള്ള രീതിയിൽ എന്നെ അവിടെ നിന്ന് മാറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് SPB എന്ന് പറയുന്ന മഹാനായ ഗായകൻ എന്നെ കെട്ടിപ്പിടിച്ച് ലോകത്തിന് മുന്നിൽ അംഗീകരിച്ചത്. പണ്ടൊക്കെ എൻ്റെ അടുത്ത് എല്ലാവരും പറയുമായിരുന്നു, അയ്യോ ഒന്നും ആവാൻ പറ്റിയില്ലല്ലേ മനീഷയ്ക്ക്. ഇപ്പോഴും ചില ആൾക്കാർ കമൻറ്റിലൊക്കെ അറിയാം, നീ ആര് എന്തായി എന്നൊക്കെ. ഞാനിപ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എൻ്റെ മനസ്സിൽ, എൻ്റെ സ്വപ്നത്തിൽ പോലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര ഒരുപാട് നല്ല നല്ല അംഗീകാരങ്ങൾ എനിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ആകാശവാണിയുടെ നാഷണൽ അവാർഡ് വിന്നറാണ്, ഇന്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ്റെ നാഷണൽ അവാർഡ് വിന്നറാണ്, കേരള സംഗീത നാടക അക്കാദമിയുടെ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. പിന്നെ തട്ടിമുട്ടി എന്ന് പറയുന്ന സീരിയലിലെ വാസവദത്ത എന്ന് പറഞ്ഞ ക്യാരക്ടർ മലയാളികൾ മുഴുവൻ, ഞാൻ കൊറോണ സമയത്ത് മാസ്ക് ഇട്ട് പോകുമ്പോൾ എൻ്റെ കണ്ണ് കണ്ട് തിരിച്ചറിഞ്ഞ ആൾക്കാർ പോലും ഉണ്ട്. അപ്പോൾ ഈ കണ്ട ജനങ്ങൾ മുഴുവൻ മനീഷ എന്ന് പറയുന്ന ഒരു കലാകാരിയെ തിരിച്ചറിയാൻ പറ്റുക എന്ന് പറയുന്നത് പോലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമാണ്. പൂനുള്ളി പൂനുള്ളി കൈവീരൽ കുഴഞ്ഞല്ലോ. അവിടെ വെച്ച് അത് കഴിഞ്ഞു. ഈ പൊന്നാട അണിയിച്ച് ആദരിക്കുന്ന ആ ചടങ്ങിൽ വെച്ച് എന്നെ പൊന്നാട അണിയിച്ച് എന്നെ ആദരിച്ചതിന് ശേഷവും അദ്ദേഹം ഇതേ വാക്ക് തന്നെ അവിടെ പറഞ്ഞു. അപ്പൊ നമ്മളെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന്, അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് മനസ്സിന് വിഷമം. ഈ ഇന്റർവ്യൂ വളരെ നല്ല രീതിയിൽ പോവുകയായിരുന്നു. അവർക്കുണ്ടായിരുന്ന രസകരമായ അനുഭവങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ, പ്രേക്ഷകർക്ക് അവരോടുള്ള പ്രതികരണം, ചില പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ അവരോട് പ്രതികരിക്കുന്ന രീതി, അതിനോട് അവർക്കുള്ള മനോഭാവം എന്താണ്, അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് പോയി. ഇടയ്ക്ക് 2 പാട്ടൊക്കെ പാടി നല്ല അസലായിട്ട് പാടുന്ന ഒരു ഗായികയാണ് കേട്ടോ മനീഷ. എനിക്ക് അവരുടെ അസൂയുള്ള ഒരു കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എക്കാലത്തെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകനാണ് SP ബാലസുബ്രഹ്മണ്യം. അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് ഇവർ പാടി, അദ്ദേഹം ഇവരെ ചേർത്ത് പിടിച്ചു. അങ്ങനെയുള്ള മനോഹരമായ മുഹൂർത്തങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് അവരുടെ ബഹുമാനമുള്ള ഒരു അസൂയുണ്ട്.
ഈ സംഭവങ്ങൾ മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ അവർ പറയുന്നുണ്ട്. അതിൽ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് എതിർപ്പുണ്ടെങ്കിലും അവരുടെ നിലപാടുകളൊക്കെ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ജനങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു മേഖലയായതുകൊണ്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാ മേഖലയിൽ മാത്രമല്ലല്ലോ പീഡനങ്ങൾ ഉണ്ടാകുന്നത്, എല്ലായിടത്തും ഉണ്ട് അത്. പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സിനിമാ മേഖല. ചോദിക്കട്ടെ, ഇപ്പോൾ നമുക്കിത് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് എന്ത് യോഗ്യതയാണ് ആക്ച്വലി ഉള്ളത്? തീർച്ചയായിട്ടും നമ്മൾ ആരും പാപം ചെയ്യാത്തവരല്ല. എല്ലാവരും ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്നവർ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ദൈവങ്ങളായി പോവില്ലേ? നമ്മളൊക്കെ വെറും മനുഷ്യന്മാരാണ്. തെറ്റുകൾ കൂടി ചേരുന്നതാണ് ഒരു സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത്. തെറ്റ് ചെയ്യാത്ത ദൈവമേ, ഞാനൊന്നും പറയുന്നില്ല. മനുഷ്യരാണ്, മനുഷ്യർ തെറ്റ് ചെയ്യും അല്ലേ? തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാനുഷികമായ കാര്യമാണ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ അതിനെ വെച്ച് ഈ നോർമലൈസ് ചെയ്യുന്നതിൽ എനിക്കൊരു താല്പര്യവുമില്ല. എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഒരു പെൺകുട്ടിയെ അവസരം നൽകാമെന്ന് പറഞ്ഞ് ലൈംഗികമായി ചൂഷണം ചെയ്യുക, ശാരീരികമായി പീഡിപ്പിക്കുക, ഇതൊക്കെ അങ്ങോട്ട് നോർമലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൗകര്യമില്ല ചേച്ചി എന്നെനിക്ക് പറയാനുള്ള കാര്യത്തിൽ. അതേപോലെ മറ്റു മേഖലകൾ നടക്കുന്നുണ്ട്. മറ്റു മേഖലകളിൽ നടക്കുന്ന റെമീഡിയൽസിനെ കുറിച്ചിട്ട് നിങ്ങൾ പറയണം. ഇപ്പോൾ കോർപ്പറേറ്റിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എല്ലാ വർഷവും മാൻഡേറ്ററി ലേണിംഗ് ആണ്. മാൻഡേറ്ററി ലേണിംഗ് പോഷാറ്റുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് സ്പേസിൽ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, ഒരു പെൺകുട്ടിയുടെ ഡിഗ്നിറ്റി നഷ്ടപ്പെടുത്താതെ അവരോട് എങ്ങനെ ഇടപെടണം എന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ മാൻഡേറ്ററി ലേണിംഗ് ആണെന്ന്. അത് മാൻഡേറ്ററി ലേണിംഗ് എടുത്തില്ലെങ്കിൽ യു വിൽ ബി പീനലൈസ്ഡ് ഫോർ ദാറ്റ്. അപ്പോൾ അതേപോലെ ശക്തമായി എടുക്കുന്ന മെഷർമെൻറ്റിനെ കുറിച്ച് കൂടി സംസാരിക്കണം കേട്ടോ. എല്ലാ മേഖലയെയും കുറിച്ച് പറയുമ്പോൾ അത് നിങ്ങളടക്കം പലരും പറയുന്നില്ല, സിനിമാ മേഖലയിലുള്ളവർ. അപ്പോൾ അത്തരം നിലപാടുകളോടുള്ള ശക്തമായ എതിർപ്പ് കൂടി എനിക്കുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് വേണമല്ലോ നമ്മൾക്ക് പോകാൻ. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഇൻ്റർവ്യൂ വളരെ പെട്ടെന്ന് അതിൻ്റെ ടോൺ മാറുന്നു അവസാനമാകുമ്പോഴേക്കും. ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടമല്ലേ? അപ്പം ചേച്ചി തന്നെ ഇൻ്റർവ്യൂ പറയുകയുണ്ടായി, എനിക്കാണെങ്കിൽ പോലും പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്ത്? അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി, അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു, നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട്. എന്നിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്തോടെ ചോദിക്കുന്നത്? ആ ചോദ്യം മനീഷയ്ക്ക് മാത്രമല്ല, നമ്മൾക്ക് എല്ലാവർക്കുള്ളൊരു ചോദ്യമാണ്. എന്ത് ചോദ്യമാണ് ഇവനെ ചോദിക്കുന്നത്? എന്ത് ഊളച്ചോദ്യം, എത്ര വൃത്തികെട്ട ചോദ്യമാണ് ഈ ചോദിച്ചത്. വാതിൽ മുട്ടുന്ന ഒരു കാലഘട്ടമാണെന്നല്ലോ. ഏതാണ് ആ കാലഘട്ടം? അത് തന്നെ ആദ്യത്തെ വൃത്തികെട്ട പ്രയോഗമാണ് അവൻ നടത്തിയത്. വാതിൽ മുട്ടുന്ന കാലഘട്ടമല്ല, വാതിലിൽ മുട്ടിയ സംഭവങ്ങളുണ്ട്. അത് എല്ലാ കാലഘട്ടത്തിലുമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ വാതിലിൽ മുട്ടി എന്ന പ്രയോഗം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ തലക്കകത്തുകൂടെ ബോധം പോകാത്തവൻ വാതിൽ മുട്ടുന്ന കാലഘട്ടം എന്ന പ്രയോഗം നടത്തിയത്. അതിന് തന്നെ അവൻ്റെ മുഖമടിച്ച് മറുപടി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം അവൻ്റെ ചോദ്യമാണ്, അവസരങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ് ഇവൻ ഇതിനെ ന്യായീകരിക്കുന്നത്? അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടല്ലോ, പലർക്കും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇതേപോലെ ഒരു ആങ്കർ, ഒരു ലേഡി ആങ്കറാണ്, മറ്റൊരു ലേഡി ആക്ടറോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെയുള്ള ഒരു ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്, അവസരങ്ങൾക്ക് വേണ്ടി കിടന്നു കൊടുത്തിട്ടുണ്ടോ എന്ന്. പിന്നീട് മാല പാർവതി ഇതേ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ട അല്ലെങ്കിൽ സെക്ഷുവൽ ഡിമാൻഡ്സ്, സിനിമയിൽ അവസരങ്ങൾക്ക് വേണ്ടി സെക്ഷുവൽ ഡിമാൻഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ വന്ന് ന്യായീകരിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞത് എന്തായി? ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അപ്പോഴും ഇപ്പോഴും അവർ പറഞ്ഞത് ശരിയായിട്ടില്ല, ഇവൻ പറഞ്ഞത് ശരിയായിട്ടില്ല. ചോദ്യം തെറ്റാണ്. ആരെങ്കിലും വാതിലിൽ മുട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ വാതിലിൽ മുട്ടിയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾക്ക് മനസ്സിലാക്കാം. കാരണം അത്തരത്തിലൊരു റഫറൻസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനോട് സാദൃശ്യമുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ, ആരെങ്കിലും വാതിലിൽ മുട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ പ്രശ്നമില്ല. അവിടെ ആ റൂമിനകത്തുള്ള ലേഡി ഒരു പാസീവ് ആക്ഷനിലാണ്, അല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല വാതിലൊന്നും മുട്ടുന്നത്. പക്ഷെ വളരെ ആക്റ്റീവായ ഒരു ആക്ഷനെ കുറിച്ചാണ് ഇവർ ചോദിക്കുന്നത്. നിങ്ങൾ അവസരത്തിനായിട്ട് വാതിലോടൊന്ന് കൊടുത്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇവിടെ ബ്ലെയിം ഈ പെൺകുട്ടിയുടെ മേത്താണ്. മേലെ പറമ്പിൽ ആൺവീട് എന്ന സിനിമയിൽ ഒരു രംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശോഭനയോട്
അകത്ത് കിടന്ന് ഉറങ്ങാൻ പറയുന്ന സമയത്ത് മീന അവതരിപ്പിച്ച കഥാപാത്രം പറയുന്നൊരു ഡയലോഗാണ്, അകത്തുനിന്ന് തുറക്കാവുന്ന വാതിലാണെല്ലാം, എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിന്നെ കുറ്റം പറയും. ആ രീതിയിലാണ് സമൂഹം കാണുന്നത്. ഇനി ഒരുത്തൻ ചവിട്ടിപ്പൊളിച്ച് വന്നാലും പെണ്ണിൻ്റെ ഭാഗത്ത് കുറ്റം കാണുന്നവരിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം സാഹചര്യത്തിലാണ് ഇതുപോലൊരു ഊളച്ചോദ്യം ഇവൻ ചോദിക്കുന്നത്. അല്ല, ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അജിനെ, എന്നെ അറിയാവുന്ന ആളല്ലേ നീ? അല്ലേ? എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ? അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണോ അജിനെ? അല്ലേ ചേച്ചി, അവസരത്തിന് വേണ്ടി അവസരത്തിന് വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു 100ാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേനെ. എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? അജിന്റെ പല ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുമാതിരി അല്ല, ഞാൻ ഒരു മിനിറ്റ് നിക്ക് ഒരു മിനിറ്റ് എന്നല്ല, ഇത്രയും ദേഷ്യപ്പെടാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ പറയും, ഇത്ര എക്സ്പീരിയൻസ് ചേച്ചിക്കുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മുട്ടുമ്പോ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ്? ആണോ? എല്ലാവരുടെ എക്സ്പീരിയൻസ് അതാണോ? അങ്ങനെയാണെങ്കിൽ അവസരങ്ങളില്ലാതെ മനീഷ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കത്തില്ല. ആ പൊട്ടനെന്ന് നമുക്ക് വിളിക്കാം. കാരണം ഒരു കാര്യം മനസ്സിലാകാത്തവനെയാണ് നമ്മൾ പൊട്ടനെന്ന് പറയുന്നത്. അവന് കാര്യം പൊട്ടന് മനസ്സിലാകാത്തതാണോ അല്ലെങ്കിൽ പൊട്ടനെ പോലെ അഭിനയിക്കുകയാണെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം ആവർത്തിക്കുകയാണ്. ദേഷ്യപ്പെടാവുന്നൊരു ചോദ്യമാണെന്ന്. പിന്നെ എന്താ ചെയ്യേണ്ടത് ആ സമയത്ത് നമ്മൾ? നല്ല ചോദ്യമാണോ, എന്ത് മനോഹരമായ ചോദ്യം, എനിക്ക് വാതിൽ തുറക്കാൻ പറ്റിയില്ല കേട്ടോ, ഞാൻ തുറന്നിട്ടില്ല കേട്ടോ എന്ന് മറുപടി പറയണം അതിന്? അതാണോ ആങ്കറെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇത്ര വൃത്തിയായിട്ടൊരു ചോദ്യം ചോദിച്ചിട്ട് അവരാദ്യം വളരെ മാന്യമായിട്ടൊരു ചോദ്യം ചോദിച്ചു. ഇത് ചോദ്യം ന്യായമാണോ? മാന്യമായിട്ടാണ് അവർ നിങ്ങളോട് ചോദിച്ചതാ. അത്രയും മാന്യത സത്യത്തിൽ ലഭിച്ചത് തന്നെ വലിയ കാര്യമെന്ന് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നിർത്തുന്നില്ല കേട്ടോ, അവൻ വീണ്ടും അത് ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങളുടെ മാധ്യമങ്ങൾക്ക്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. അത് വൈറൽ ആവാനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. എന്താ സംശയം? വൈറലാകാൻ വേണ്ടിയല്ലേ? ഈ ഇന്റർവ്യൂ അവരുടെ സെല്ലുലോയിഡ് എന്ന ചാനലിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ചാനലിൽ പോയി നോക്കൂ ഈ ഇന്റർവ്യൂവിന്റെ ടൈറ്റിൽ എന്താണെന്ന്. അവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി വാതിൽ മുട്ടിയപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ടോ? അതാണ് ഇന്റർവ്യൂവിന്റെ ടൈറ്റിൽ. ഇന്റർവ്യൂവിൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? SP ബാലസുബ്രഹ്മണ്യം ചേർത്ത് പിടിച്ച കാര്യം പറഞ്ഞു, ആകാശവാണിയിൽ അവാർഡ്, സംഗീത സാഹിത്യ അക്കാദമിയുടെ അവാർഡ്, നല്ലപോലെ പാട്ട് പാടുന്നു, തട്ടിയും മുട്ടിയും സീരിയലിലെ കാര്യങ്ങൾ പറയുന്നു, അവർക്കുണ്ടായ വ്യക്തിപരമായ അനുഭവങ്ങൾ പറയുന്നു. പക്ഷേ അതിനെക്കുറിച്ചൊന്നും പ്രതിപാദിക്കാതെ ഈ ഒരു ചോദ്യമാണ് ഇൻ്റർവ്യൂവിൻ്റെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. വൈറലാകാൻ വേണ്ടി അല്ല എന്നുള്ളത് ആർക്കാണ് മനസ്സിലാവാത്തത്? അതിനുവേണ്ടി തന്നെയാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. തുറന്നിട്ടില്ലെങ്കിൽ തുറന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ പോലും. അല്ല, എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം? എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം? എന്തിനാണ് ഇപ്പോഴല്ലേ ന്യായീകരണം വന്നത്? എന്ത്? ഞാൻ ചോദിച്ചു മുട്ടി തുറന്നിട്ടുണ്ടോ ചോദിച്ചാൽ തുറന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊരു ആൻസർ അല്ലേ ഞാൻ പ്രതീക്ഷിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. മനസ്സിലായില്ലെന്നേ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവന് ഈ കാര്യമേ മനസ്സിലായിട്ടില്ല. മിസ്റ്റർ, വാതിൽ ഒരാൾ മുട്ടുക എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഭാഗത്ത് വരുന്നൊരു കുറ്റമല്ല. ആർക്കുണേലും വന്ന് വാതിൽ മുട്ടുക, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. മനീഷ, നിങ്ങൾ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ആരെങ്കിലും വന്ന് വാതിലിൽ മുട്ടിയ സംഭവം ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഈ മനീഷയുടെ ഡിഗ്നിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യം പോലുമില്ല. അവരുടെ ഇൻറ്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യം പോലുമില്ല. നിങ്ങൾ അവസരത്തിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റേ ലേഡി അങ്കർ ചോദിച്ചതുപോലെ കിടന്നു കൊടുത്തിട്ടാണോ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിച്ചത് എന്ന് ചോദിക്കുന്നത് ആ സ്ത്രീയുടെ ഡിഗ്നിറ്റിയെ, ആ സ്ത്രീയുടെ ഇൻറ്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് തുല്യമാണ്. സത്യത്തിൽ വെറുതെ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ക്ലിപ്പ് എടുത്തിട്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തിട്ട് എൻ്റെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അധിക്ഷേപിച്ച് തന്നെ നിങ്ങൾക്കെതിരെ കേസെടുക്കാം. അത്രയ്ക്കും ഗ്രേവിറ്റിയുള്ള ചോദ്യമാണ് മിസ്റ്റർ ഈ ചോദിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. വീണ്ടും വീണ്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചോദ്യത്തെ. അല്ലാതെ ചുമ്മാ വൈറലാവാൻ വേണ്ടിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണോ വേണ്ടത്? മുട്ടിയിട്ട് തുറന്നിട്ടുണ്ടോന്ന്? ഇത് തന്നെയല്ലേ ഓരോരുത്തരും ഓരോ അലിഗേഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല എന്നെ പോലുള്ളവർ. ഞാൻ അങ്ങനത്തെ ആളല്ല. എന്നാലും ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു, ഇത്രയും പാട്ടിൽ എത്ര സിനിമകളിൽ അഭിനയിച്ചു? ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചോദിച്ച ചോദ്യമാണ് എത്ര സിനിമകളിൽ അഭിനയിച്ചു? ഞാൻ ചോദിച്ച ചോദ്യത്തിലാണോ തെറ്റ്? ഉറപ്പായിട്ടും.
എന്താ പറയുക? ഞാൻ ചോദിച്ച ചോദ്യത്തിനാണോ തെറ്റെന്ന് ചോദിക്കണേ. ഞാൻ ചോദിച്ച ചോദ്യം തെറ്റാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. സത്യത്തിൽ പലപ്പോഴും വിവരമില്ലാത്ത ആങ്കർമാരുണ്ട്. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഒരു ബേസിക് നോളജ് പോലും ഇല്ലാതെ വന്നിരുന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടി ഷീലയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. യൂട്യൂബ് ചാനലിൽ തന്നെയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 40-45 1 മണിക്കൂറോളം ഉണ്ട് ആ ഇൻ്റർവ്യൂ. ആ 1 മണിക്കൂറുള്ള ഇൻ്റർവ്യൂവിൽ ഒരു വാലിഡ് ചോദ്യം പോലും ഇൻ്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടി ചോദിച്ചിട്ടില്ല. അവിടെ ഷീല അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവരിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യം കോമഡിയാണ് കേട്ടോ. ഷീല പറയുന്നു, ആ സിനിമയിൽ എൻ്റെ കൂടെ ജയനായിരുന്നു അഭിനയിച്ചിരുന്നത്. ഓഹോ, ജയനാണല്ലോ അഭിനയിച്ചത്. ആഹാ, അങ്ങനെയാണല്ലേ. ഓഹോ, ആ കഥയാണോ? ഏത് കഥ? ഏത് കഥ? എങ്ങനെയാണോ എന്ന് ഷീല പറയുന്നതിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു എന്നോട്ടിൽ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇതാണോ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നമ്മളൊരു ഇൻ്റർവ്യൂ എടുക്കാനിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുമ്പോൾ അയാളുടെ പശ്ചാത്തലത്തെക്കുറിച്ച്, അയാൾ പ്രവർത്തിച്ചിട്ടുള്ള മേഖലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച്, അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളെക്കുറിച്ച്, ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുക അല്ലേ? ക്ലബ് ഹൗസ് ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ക്ലബ് ഹൗസ് ചാനൽ എത്ര പേരെ ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നു? മാല പാർവതി, വിനോദ് കോവൂർ, മുരുകൻ കാട്ടാക്കട, ബെന്യാമിൻ, നളിനി ജമീല, അങ്ങനെ ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇവരെക്കുറിച്ച് വ്യക്തമായ ഒരു സ്റ്റഡി നടത്തി ചോദിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ചോദ്യം ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ പിന്നെ നമ്മൾ ആ ചോദ്യം വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ല. അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു മിനിമം പഠനം നടത്തിയിട്ടാണ് ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്നത്. ഇത് വെറുതെ വന്നിരുത്തിട്ട് വായിൽ തോന്നിയത് കോതക്ക പാട്ട് പോലെ ഒന്ന് ചോദിക്കുക. അതിനിടയിൽ ഇതേപോലുള്ള ഊളച്ചോദ്യങ്ങൾ, ഇക്കിളി ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വൈറലാകാൻ ശ്രമിക്കുക. എന്നിട്ട് മനസ്സിലായിട്ടില്ല ചോദിച്ച ചോദ്യം തെറ്റാണോ അല്ലയോ എന്നുള്ളത്. അതെന്ത് ചോദ്യമാണ്? അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോന്നല്ലേ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ഒരു സ്ത്രീയുടെ അടുത്ത്, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരാളുടെ അടുത്ത്, എക്സ്ക്യൂസ് മീ, സ്ത്രീക്കാണല്ലോ മുട്ടലും തുറക്കപ്പെടലും ഒക്കെ. എന്നാലും പുരുഷന് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നടക്കുന്നത് എന്താണ്? ഇപ്പൊ ചോദിച്ച ചോദ്യത്തില് പുരുഷൻ തുറന്നു കൊടുത്തതല്ലോ, പുരുഷന് വേണ്ടി സ്ത്രീ തുറന്നു കൊടുത്തതല്ലേ? ഇത്രക്കും ബോധമില്ലാത്തവനാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയില്ല കേട്ടോ. സ്ത്രീയും പുരുഷനും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലേ? ഇവർ ചോദിച്ച ചോദ്യം എന്താണ്? സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലൊരു ചോദ്യമാണ് ഇവൻ ചോദിച്ചത്. അപ്പോൾ അവർ സ്ത്രീ എന്ന നിലയിൽ സംസാരിക്കണ്ടേ? അപ്പോൾ അവൻ ബോധമില്ലാതെ പറയുകയാണ് സ്ത്രീയും പുരുഷനും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലേ. ഔചിത്യബോധം ഏതൊരു സിനിമയിൽ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. അങ്ങനൊന്നുണ്ട് ഇൻ്റർവ്യൂവർ. അപ്പോൾ അവൻ പറയുന്നത് പുരുഷനും ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ചോദ്യം എന്തിനെക്കുറിച്ചാണ്? ആ ചോദ്യത്തിന് ഒരു ആൻസർ ചെയ്യാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുമ്പോൾ നിങ്ങളുടെ ചോദ്യം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ചോദ്യമാണ്. ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കെതിരെ കേസെടുക്കാവുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. അത് മനസ്സിലാക്കാനുള്ള ബോധം വേണം, സെൻസ് വേണം, ബാക്കിയുള്ള 2 കാര്യങ്ങളും വേണം, സെൻസിബിലിറ്റിയും സെൻസിറ്റിവിറ്റിയും. വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കോ ഇങ്ങനെ? വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കോ ഇങ്ങനെ? എന്റെ പെങ്ങളും അമ്മയൊന്നും സിനിമയിലില്ല. സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീയാണോ? എന്റെ വീട്ടുകാർ സിനിമയിലില്ല. ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ? ഞാൻ ചോദിക്കുന്ന മനീഷ എന്ന് പറയുന്ന അമ്മയോടല്ല, ഞാന് മനീഷ എന്ന ആക്ട്രസിനോടെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അവിടെ വീട്ടിലിരിക്കുന്ന എന്റെ വീട്ടുകാരെ വിളിക്കേണ്ട ഒരാവശ്യമില്ലെന്ന്. എക്സ്ക്യൂസ് മീ, ഇവിടെ ഇരിക്കുന്ന മനീഷ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്, ഒരു അഭിനേത്രി മാത്രമല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ അഭിനേത്രി ആയതുകൊണ്ടാണല്ലോ ഇവിടെ ഞാൻ കൊണ്ടിരുത്തിയത്. അല്ല, മൾട്ടി ടാലന്റഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഗായികയാവാലോ, അല്ലെങ്കിൽ ഞാൻ ഒരു പെയിന്റർ ആവാലോ, ഞാനൊരു എഴുത്തുകാരി ആവാലോ. അതോടൊപ്പം തന്നെ ഞാനൊരു സ്ത്രീയാണ്. ആ ബഹുമാനം കാണിക്കേണ്ടത് ഒരു ആങ്കർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ബാധ്യതയാണ്. ദാറ്റ്സ് എന്നോട്ട്. ഇതിനുശേഷം വീണ്ടും ഒരു ചർച്ചയുണ്ടെങ്കിലും ഈ ഒരൊറ്റ വാക്കാണ് പ്രധാനപ്പെട്ടത്. സ്ത്രീത്വത്തെ ബഹുമാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളിപ്പോൾ പറയാം, അപ്പോൾ പുരുഷനെ ബഹുമാനിക്കണ്ടേ? പുരുഷനെ ബഹുമാനിക്കുന്ന ഒരു സമൂഹമായിരുന്നു നമ്മൾക്കുണ്ടായിരുന്നത്. പുരുഷനെ മാത്രമേ ബഹുമാനിക്കൂ. വലിയ കാര്യമായിട്ട് നമ്മൾ കോട്ടൊക്കെ ചെയ്ത് പറയുമല്ലേ, സ്ത്രീ ദേവതയാണെന്നൊക്കെ പറയും. അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ. പുരുഷ മേധാവിത്വമുള്ള, പുരുഷന് മാത്രം ബഹുമാനമുള്ള, സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷനെ ബഹുമാനിച്ചിരുന്നൊരു സമൂഹത്തിൽ നിന്ന് സ്ത്രീ കൂടി റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ടവരാണ്, പുരുഷന് തുല്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ടവരാണ് എന്ന രീതിയിൽ ഈ സമൂഹത്തെ വളർത്തിയെടുക്കാൻ സ്ട്രെസ് ചെയ്ത് പറയേണ്ട കാര്യമാണ് റെസ്പെക്റ്റ് ടു വുമൺ. ഇവരൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തോട് എനിക്ക് താല്പര്യമില്ല. നമ്മളൊരു ആർഗ്യുമെൻ്റ് നടത്തുമ്പോൾ നിൻ്റെ അമ്മയെ കൊണ്ട് ചെയ്യിക്കുമോ, നിൻ്റെ അനിയത്തെ കൊണ്ട് ചെയ്യിക്കുന്ന ആർഗ്യുമെൻറ്റിനോട് എനിക്കൊരു താല്പര്യമില്ല. അത്തരം ചോദ്യം തന്നെ തെറ്റാണ്. അത് ഇവരുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചാൽ തെറ്റാണ്. പക്ഷേ
അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശരിയുണ്ട്. ആ ശരി പറയാതെ പോലെ വയ്യ. ഇദ്ദേഹം ഈ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ, എൻ്റെ അമ്മയും പെങ്ങളൊന്നും ആക്ടർമാരല്ല, എൻ്റെ അമ്മയും പെങ്ങളും സിനിമയിൽ അഭിനയിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകളോട് നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാമെന്നാണ്. സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് കൊണ്ട് വാതിൽ മുട്ടുന്ന പ്രൊഡ്യൂസറിനും സംവിധായകനും ഒക്കെ അവസരത്തിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തോ, കിടന്നു കൊടുത്തോ എന്നൊക്കെ ചോദിക്കാൻ നിങ്ങൾക്കെന്താണ് അവകാശം? ഈ ഇൻ്റർവ്യൂ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യമുണ്ട്, ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മകനാണ്. അതൊരു ഭാഗത്ത് പറയുന്നുണ്ട്. ഇവർ ഇൻ്റർവ്യൂവിന് വന്നത് ഇവൻ്റെ മകനും കൂടെയുണ്ട്. മനീഷ ഒരു പാട്ടുപാടി കഴിയുമ്പോൾ ഈ ഇൻ്റർവ്യൂവർ എടാ കൈയടിക്കടാ എന്ന് ഈ മകനോട് പറയുന്നുണ്ട്. ആയിരിക്കുന്ന മകൻ്റെ മുന്നിൽ വെച്ചാണ് ഈ ചോദ്യം ഇവൻ ചോദിക്കുന്നത്. അജിൻ, ഐ ഗീവ് എൻ എക്സാമ്പിൾ. നിങ്ങൾ പ്രേക്ഷകനായിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ അമ്മ ഒരു ആക്ട്രസ് ആണെന്ന് വിചാരിക്കുക, ആക്ട്രസ് അല്ല എന്ന് പറഞ്ഞു നിങ്ങൾ. അങ്ങനെ ആക്ട്രസ് ആണ് എന്ന് വിചാരിക്കുക. അവർക്ക് ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അഭിനേത്രി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കാനുള്ള അവസരമുണ്ടായത്. അങ്ങനെ നിങ്ങൾക്കിടെ അമ്മയ്ക്ക് ഒരു അവസരം ലഭിക്കുന്നു അവിടെ വന്നിരിക്കാൻ. ഇൻ്റർവ്യൂവർ അങ്ങയുടെ അമ്മയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അവസരം ലഭിച്ചത് കിടന്നു കൊടുത്തിട്ടാണോ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തിട്ടാണോ എന്ന് ചോദിച്ചാൽ ആ സദസ്സിലിരിക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യും? നേരെ കയറി വന്ന് അവൻ്റെ കർണക്കുറ്റിയടിച്ചു പൊട്ടിക്കുമോ? അല്ലെങ്കിൽ സിനിമാക്കാരായതുകൊണ്ട് ഏത് സ്ത്രീയോടും ആ ചോദ്യം ചോദിക്കാമെന്ന രീതിയിൽ നിങ്ങളവിടെ കുത്തിയിരിക്കുമോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ ഇൻ്റർവ്യൂ ശ്രദ്ധിക്കാനുള്ള കാരണം ദേവ് സ്റ്റോക്ക് എന്ന യൂട്യൂബ് ചാനലാണ്. ആ യൂട്യൂബ് ചാനലിൽ വന്നൊരു റിയാക്ഷൻ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ കാണുന്നത്. ദേവ് സ്റ്റോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ് പല കാരണങ്ങൾ കൊണ്ടും. ഒന്ന്, അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ നല്ല രീതിയിലാണ് അദ്ദേഹം റിയാക്ഷൻ വീഡിയോ നടത്താറുള്ളത്. നല്ല ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ പോലെ തന്നെ ഒരു കുഞ്ഞു ചാനലാണ്. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ വീഡിയോയിൽ ചെറ്റ എന്ന വാക്ക് ഉപയോഗിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട് അതിൻ്റെ കമൻറ്റിൽ പോയി പറഞ്ഞു, ചെറ്റ എന്ന വാക്ക് ഉപയോഗിക്കരുത്. കാരണം അത് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ആളുകളെ, ചെറ്റക്കുടിലിൽ താമസിച്ചിരുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന പട്ടിണിപ്പാവങ്ങളെ അപമാനിക്കാൻ ഉപയോഗിച്ചിരുന്ന പദമാണ് ചെറ്റ എന്നത്. അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അദ്ദേഹം ആ ക്രിറ്റിസിസം ആക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ ഞാൻ പറഞ്ഞല്ലോ. പല യൂട്യൂബേഴ്സും തെറിയൊക്കെ പറഞ്ഞു ജസ്റ്റ് ബിക്കോസ് പറയുന്നതിന് കൈകടി കിട്ടുമെന്ന് കരുതി വായിൽ തോന്നിയ തെറിയൊക്കെ പറഞ്ഞിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതിൽ നിന്നും വ്യത്യസ്തനാണ് ഈ മനുഷ്യൻ. എനിക്കിഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം, ഈ പരദൂഷണ വിഷയങ്ങളൊന്നും എടുക്കാറില്ല. പല റിയാക്ഷൻ വീഡിയോസിനും താല്പര്യം പരദൂഷണമാണ്. പ്രത്യേകിച്ച് അവിഹിത കഥകളൊക്കെ ആണെങ്കിൽ അതെടുത്തിട്ട് പെരുമാറാനൊരു സന്തോഷമാണ്. അതൊരു സാമൂഹ്യപരമായ ഇടപെടൽ ആവശ്യമായ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അതല്ലാതെ പരദൂഷണം പറയാൻ വേണ്ടി അവിഹിതം മാത്രം എടുത്തിട്ട് പെരുമാറുന്ന ചാനലുകളുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് ഈ മനുഷ്യൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനലിനെ കുറിച്ച് പറഞ്ഞത്. എനിക്ക് വ്യക്തിപരമായി ദേവിനെ അറിയില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ സൗഹൃദങ്ങളെല്ലാം ആശയപരമായിട്ടുള്ള സൗഹൃദങ്ങളാണ്. വ്യക്തിപരമായ സൗഹൃദങ്ങൾ എനിക്ക് വളരെ കുറവാണ്. ദേവിൻ്റെ ചാനലിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യാം. അപ്പോൾ ശരി, മറ്റൊരു പ്രതികരണവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.